കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 95 സങ്കീർത്തനത്തിൽ നിന്നാണ്. 95 സങ്കീർത്തനം 7 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മളിങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്: അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബിലെ പോലെയും മരുഭൂമിയിൽ മസ്സാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ പരിചയപ്പെടുത്തുക. താൻ പറയുന്നു, യഹോവ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ദൈവത്തെ താൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഓരോരുത്തരും എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ആത്മീക സത്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതായൊരു പ്രത്യേകത ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ബന്ധത്തിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ്, നമ്മൾ എവിടെയാണ് എന്നുള്ളതായ ഒരു ചിന്തയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് താൻ പറയുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇടയനും ആടുകളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വിഷയം കർത്താവ് സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് തന്നെ പറയുന്നു, അവൻ നമ്മളുടെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം നമുക്കറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. പഴയ നിയമ പുസ്തകത്തിലും അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ കാണുന്നതായ ആ ഇടയൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ളതായ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇവിടെയുണ്ട്. ആടുകൾ എപ്പോഴും അവരുടെ ജീവിതം നയിക്കുന്നത് ഇടയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്. ആ ഇടയ ശബ്ദമാണ് ആടുകൾ അനുസരിക്കുകയും അവരുടെ ആഹാരം, അവരുടെ യാത്ര, ഇതെല്ലാം അവർ ക്രമീകരിക്കുന്നത് ആ ഇടയൻ്റെ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ജീവിതവും അപ്രകാരം തന്നെ ആയിരിക്കണം. ദൈവ ശബ്ദമായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടുള്ള ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, അന്യൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾ അവയെ വിട്ട് ഓടിപ്പോകുന്നു, ഇടയൻ്റെ ശബ്ദത്തിന് മുമ്പിൽ അവ അനുസരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഇടയൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നാളത്തേക്കുള്ള ശബ്ദമല്ല. ഈ ഇടയ ശബ്ദമെന്ന് പറയുന്നത് ഇന്നലത്തേക്കുള്ള അല്ലെങ്കിൽ ഇന്നലത്തേതിന് മാത്രമുള്ള ഒരു ശബ്ദമല്ല. ഓരോ ദിവസവും ആടുകൾ ഇടയൻ്റെ ശബ്ദത്തിനനുസരിച്ചാണ് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇടയൻ്റെ ശബ്ദം അന്നത്തേക്കുള്ളതാണ്. ഇടയൻ്റെ ശബ്ദം ഓരോ ദിവസത്തേക്കുമുള്ളതാണ്. ഈ 95 സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ഇടയൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, ഇന്ന് എന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇടയൻ ആടുകളെ അന്നത്തേക്കുള്ള ദിവസത്തിലേക്കാണ് നയിക്കുന്നത്. അന്നെന്നുള്ള ശബ്ദം ഇടയൻ ആടുകൾക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്നു. ദൈവശബ്ദം എന്നുള്ളത് നമ്മൾ നാളെ അനുസരിക്കാനുള്ളതല്ല, മറിച്ച് ഇന്നാണ് ആ ദൈവശബ്ദത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ വചനത്തിനുപാകെ എനിക്കൊരവസരം വരട്ടെ, അല്ലെങ്കിൽ നാളെ അതിനുള്ള സമയമുണ്ട്, നാളുകളിൽ നോക്കാം എന്നുള്ള ചിന്തയോടുകൂടെയാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വചനം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. എപ്പോൾ ഏത് സമയത്തും ദൈവത്തിൻ്റെ വചനം കേട്ടാലും ആ വചനം നാം അപ്പോൾ തന്നെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ ആ വിഷയത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നാം അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മൾ മറുതലിച്ചു പോകരുതേ, അനുസരണക്കേട് കാണിക്കല്ലേ. കാരണം നയിക്കുന്നത് ഒരു ശ്രേഷ്ഠ ഇടയനായതുകൊണ്ട്.
ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ അങ്ങ് ഞങ്ങളുടെ ദൈവം, എന്നാൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് മേയ്ക്കുന്ന ആട്ടിൻകൂട്ടമാണ്. ഇടയൻ്റെ ശബ്ദം കേട്ട് ആട്ടിൻകൂട്ടം നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും ദൈവശബ്ദം കേട്ട് ഓരോ ദിവസവും അന്നന്ന് കേൾക്കുന്ന വചനത്തിനുപാകെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.